ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയി വന്നിരിക്കുകയാണ്. എന്തിന്റെ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ പോലെ എന്റെ ജോലി സ്ഥലത്തേക്കാണ് പോണ്. അതിനെന്തിനാ റീസൺ? ആ ഇവർക്ക് എല്ലാവർക്കും അറിയാം, എനക്ക് മാത്രം അറിയാത്ത. അതെ, എന്തായാലും നീ വാപ്പയ്ക്ക് വണ്ടി എടുക്കട്ടെ. ഗായ്സ്, അങ്ങനെ എന്തായാലും നമ്മൾ വണ്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അല്ല ഷിൻചാനെ വന്ന് കേറ്. മഹാരാജ വേഗം കേറി ഷിൻചാനെ. എനിക്ക് എന്നോട് എന്താണ് പറഞ്ഞു നിൽക്കാനുള്ള സമയമില്ല. വേഗം കേറിന്റെ പിന്നാലെ വരാതെ വേഗം കേറുക. അല്ലെങ്കിൽ ഞാൻ എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകും. ഞാൻ കേറ്. ഒരു മിനിറ്റ് അണ്ണാ, ഇതൊന്ന് വെയിറ്റ് ചെയ്യണ്ട അണ്ണ. ഇങ്ങനെ ശരിയാവൂലട്ടാ, എന്ത് കഷ്ടാണ് അണ്ണ. ഒരു മിനിറ്റ് ഷിൻചാനെ, ഞാൻ ഈ ഗേറ്റിന്റെ അവിടെ നിന്ന് കിടക്കട്ടെ. അങ്ങനെങ്കിലും നിന്റെ ഇത് സമാധാനമാവല്ലോ. എന്തണ്ണ, ഞാനങ്ങ് റെസ്റ്റ് എടുക്കാൻ വിചാരിക്കുമ്പോ നീ റെസ്റ്റ് എടുത്ത ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോവാ. എൻ്റെ ജീവൻ പിന്നെ ജന്നാണ്. അനക്കാകെ 2 പേരോട് ഇഷ്ടമുള്ളൂ. ഒന്ന് എന്നോടും ഒന്ന് പിന്നെ ആ പൊട്ട ഡോറേമോനോടും. ഡോറേമോനും ഇയും ഒരു ദിവസം ഫൈറ്റ് ഉണ്ടായതാണ്, അത് ഈ ഓർത്തോ. ഞങ്ങളൊക്കെ ഉണ്ടാക്കും, കുട്ടികളെ എങ്ങനെ ഉണ്ടാക്കും. വെറുതെ വാചകടിക്കാൻ വേണ്ട എടോ. നീന്റെ വാചകടിയൊക്കെ പഠിപ്പിക്കുന്നോടെ ഷിൻചാനെ. മീനിട്ടണ്ണ ഷിൻചാനെ മര്യാദക്ക് എന്താണ് എനിക്ക് എന്നോട് സംസാരിച്ചിട്ടുള്ള സമയത്ത് വേഗം കേറ്. പറയാൻ പാടില്ല, ഞാൻ കേറട്ടെ. അന്ന് വേഗം കേറിട്ട് ഷിൻചാനെ. ഷിൻചാനെ ഒന്ന് കേറ്. വേഗം കേറുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീ വണ്ടി വന്നിക്കോ. എനിക്ക് നേരം ഒന്നുമില്ല എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ. എന്ത് കഷ്ടം. ഹസന്നെ ഈ വേറെ സ്ഥലത്തേക്ക് പോലീസിന്റെ ഭീഷണി ഞാൻ കേൾക്കണം. സോറി പോലീസുകാരെ, ഞാൻ വെറുതെ ചെയ്തു. ഞാൻ പോലീസുകാരനാണ്. അല്ലെങ്കിലും അങ്ങനെ മനസ്സിലാക്കിയപ്പോ സ്റ്റാറൊക്കെ പോയി. പക്ഷേ പോലീസുകാരൻ എന്തായിട്ട് പോയില്ല. ഇതെന്ത് കഷ്ടാണ് ഈ പോലീസിനെ. നമ്മള് സാധാ കൂടെ അല്ല നമ്മള് പോലീസിന് മാത്രമല്ല, നമ്മള് ക്യാൻസർ കൂടിയാണ്. അതിന്റെ പരിഗണന എന്നോട് കാണിക്കണം, അല്ലെങ്കിൽ നിന്നെ ഞാൻ കഷ്ടായി. മഞ്ചാനോട് ഷിൻചാനോട് ഷിൻചാൻ നീ മണ്ടിയിട്ടാവും അങ്ങോട്ട് വരുന്നുണ്ടാവും പോലീസ് സ്റ്റേഷനിക്ക്. ഷിൻചാന് മണ്ടി വന്നോട്ടെ. ഷിൻചാന് വഴിയൊക്കെ അറിയില്ലേ. നമുക്ക് നേരെ പോവാം. ഷിൻചാനെ നോക്കിക്കണ്ട ആവശ്യമൊന്നുമില്ല. നേരെ പോവാം, ലെറ്റ്സ് ഗോ. പോലീസ് സ്റ്റേഷൻ ഇവിടെ എവിടെയോ ചെയ്യുന്നല്ലോ. ഞാൻ ആകെ മറന്നു പോയി പോലീസ് സ്റ്റേഷൻ എവിടെയെന്ന്. ഞാൻ ഇടയ്ക്ക് മറന്നു. ഇവിടെ തൊട്ടടുത്താ. ഇടയ്ക്ക് മറവിയൊക്കെ വരാറുണ്ട്. അയ്യോ, പഠിച്ചു കിട്ടിന്ന് ഓരൊക്കെ. എന്നിട്ട് അതിൻ്റെ കുറ്റും കൂടി എൻ്റെ തലയിലായിരുന്നു. ആ പൊട്ട ഷിൻചാനും കൂടി വന്നിരുന്നെങ്കിൽ എൻ്റെ പൊന്നു ഞാൻ എന്തൊക്കെ സഹിക്കണ്ടേയും. പിന്നല്ലേ ഒരു പുതിയൊരു ഓഫീസർ വന്നു എന്ന് കേട്ടു ഞങ്ങളുടെ അവിടെ. അതാരാണെന്നാവോ? എടാ ജേക്ക് വന്നോ, ജേക്ക്. എടാ ജേക്ക് വന്നു, ജേക്ക്. എടാ ഇവനാണ് ജേക്ക്. അതെ ജേക്ക് വന്നു, ജേക്ക്. ഗൈസ് വെയിറ്റ് എ മിനിറ്റ്, ഇത് സിംഗല്ലേ ഗൈസ്? എടോ സിംഗം. എടോ ഞാൻ സിംഗം അടക്കുന്ന. ഇനി മുതൽ ഞാൻ ഓഫീസർ ആയാലും ഹെൽപ്പ് ചെയ്യാനുണ്ടാവും സാർ. എന്ത് ഞാൻ സാറൊന്നല്ലോ, പക്ഷെ ഞാൻ ചേർത്ത് വിളിക്കുള്ളൂ സാർ. ഓക്കെ. പിന്നല്ലേ അവിടെ ഒരു കൂറ്റങ്ങോട്ട ചക്കണ്ട് കിട്ടോക്കി. ഷിൻചാൻ പറഞ്ഞ അതിന് ആദ്യം തല്ലണം. അത് ആര് സാർ? അത് എൻ്റെ അനിയനായി പോയി അറിയാതെ. ഞാൻ
പോണം എന്ന് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ആട്ടെ, ഞാൻ എൻ്റെ ഡ്യൂട്ടി നോക്കാം. വാടാ. ഇപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്താണാവോ? എനിക്ക് ഓഫീസറോട് ചോദിച്ചോക്ക്. എന്താ സാർ വീണ്ടും അകത്തീ പോണ്? ഞാനും വരാം. ആ സാറേ, അല്ല ഇതിൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി എന്താ? എന്ത് കൊലയാളീനെ കാട്ട് ഓരോ പിടിക്കന്നെ. ഗൈസ് പണി പാളി, നമ്മൾ ചമ്മി പോയിട്ട ഗൈസ്. നമ്മൾ അതുകൊണ്ട് ഇവിടെ അധികം നേരം നിൽക്കുന്നത് സേഫ് അല്ല. നമ്മൾ ചമ്മി ഒന്നും കൂടി. അതുകൊണ്ട് നമുക്ക് വേഗം നമുക്ക് സാറ് പറഞ്ഞ പോലെ ഒരു മിനിറ്റ് സിംഗേ, ഒരു മിനിറ്റ് ഇപ്പം കേറട സിംഗേ കേറ്. എടാ നീ എന്താ കാട്ടിരുന്ന്? ഒന്നെങ്കിൽ കേറ്. ഇത് എന്തുകൊണ്ട് കേട്ടിട്ട് അതന്നെ എനിക്ക് എന്നോട് ചോദിക്കാളു. നീ എന്താടാ കേട്ടത്? സിംഗാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പൊട്ടനാന്നുള്ളൂ. ഇവിടെ നീ അങ്ങനെ പറയാൻ വേണ്ടിട്ട് ആ ഷിൻചാൻ എത്തിയോ? ഇതാണ് ഞാൻ പറഞ്ഞ അനിയൻ. ഞാൻ ഇപ്പൊ ഒരു കേസ് അന്വേഷിക്കാൻ പോവാണ്. മര്യാദക്ക് കേറുണ്ടെങ്കിൽ കേറുന്നില്ലെങ്കിൽ കേറണ്ട. അത്ര തന്നെ ഉള്ളുക്ക് പറയാൻ. അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ ശിക്ഷ ഏറ്റെടുക്കാൻ പറയും. സാറ് എനിക്ക് ഞങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടമായില്ലേ? സാർ ഒരു വണ്ടി സ്പോട്ട് ചെയ്യൂ. സാറ് മൊബൈലില് അത്ര താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ. ഏത് വണ്ടി ഇപ്പൊ സ്പോൺ ചെയ്യ? സ്പ്ലെൻഡർ ആണ്. ഏതെങ്കിലും ഒരു വണ്ടി സ്പോൺ ചെയ്യുക. 201 അല്ല 202 സ്പോൺ ചെയ്യും. സൂപ്പർ സ്പ്ലെൻഡർ ആണോ? ഇതന്നെയാണ് ഞാൻ സ്പോൺ ചെയ്തത്. ഇതിന് വേണ്ടി നിങ്ങൾക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്ടല്ലോ ഷിൻചാനി. ചിങ്കത്തിന് ഞാൻ കൊന്നളയും. നിങ്ങളെ അറസ്റ്റാവും. പിന്നെ ഞാൻ തന്നെ വേണം നിങ്ങളെ രക്ഷിക്കാൻ. അതിന് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവില്ലേ? ഞാൻ പോയി. നിങ്ങൾ കഴിച്ചത് കഴിച്ചൊന്നും വയ്യട്ടോ. മര്യാദയ്ക്ക് വേണമെങ്കിൽ കയറിക്കോ. ദേഷ്യം വരുന്നുണ്ട്. പൊട്ടാ ഷിൻചാനെ, വാചകം അടിക്കാതെ അവിടെ ഇരിക്ക്. എടാ ഷിൻചാനെ ഒന്ന് കേറ്. ഞാൻ പോയി. പക്ഷേ ഇവിടെ രണ്ടാളും നോക്കിക്കാനൊന്നും എനിക്ക് വയ്യ. ഷിൻചാനെ സിംഗേ ഇങ്ങോട്ടൊന്ന് വാ. നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളോണ്ടാ. പോലീസ് സ്റ്റേഷനിൽ വാ. ആ ബൈക്കിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്താ സാർ, എന്താ വലിയ കേസുണ്ട്? കേസും കുന്തമൊന്നുമില്ല ഒരു കാര്യത്തിനാ. എന്താ സാർ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ രണ്ടാളും. എന്താ സാർ? കുന്താ സാറൻ. പിന്നെ എന്താണ് അറിയോ, നിങ്ങളെ രണ്ടാളെയും വിളിച്ച് ഷിൻചാനെ എന്താ എൻ്റെ ഒപ്പം വരുന്നേ? എടാ ഷിൻചാനെ ഈ അവിടക്ക്. അങ്ങനെ ഷിൻചാനും മഞ്ചാനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയല്ല, നിങ്ങളവിടെ നിന്നാ മതി. എടാ ഷിൻചാനെ ഒക്കിക്കോ. നമ്മുടെ പോലീസ് വണ്ടി തന്നെ എടുത്ത് പോവാണ്. ആ അത്രയുള്ളൂ, അല്ലെങ്കിൽ ലുക്ക് ഉണ്ടാവില്ല. പിന്നെ നമ്മള് വേണ്ടാന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോവാ. എല്ലാരും അതിന്റെ സപ്പോർട്ടാ. നിങ്ങളൊക്കെ സപ്പോർട്ടല്ലേ? അതെ അതെ അതെ. അല്ലോ നീ എന്താ പറയണ ചേക്കെ? അത് പിന്നെ താനിനി ഇവിടെ പോലീസായിരിക്കണ്ട. ഞാനാണ് ഇതിലത്തെ ഏറ്റവും ഉയരങ്ങളുള്ള പോലീസ്. എടാ നീ അങ്ങനെ പറയാൻ പാടില്ല. എടുത്തോ കൊന്നുകളി. നീ
പോകണം. എന്നിട്ട് ജേക്കാവണം ഇവിടുത്തെ മെയിൻ, എന്തിൻ്റെ മെയിൻ ആള്. ഗായ്സ് അങ്ങനെ അവനെ കൊന്നുണ്ട്. ഇത് നമ്മളാണ് മെയിൻ ആള്. കമ്മീഷണറും പോലീസും മെയിൻ ആണ്. ഈ സ്ഥലത്തിൽ തന്നെ മെയിൻ പോലീസ് ഞാനാ. ഞാനാണ് ഇവിടുത്തെ മെയിൻ പോലീസ് ഓഫീസർ. പക്ഷെ ഞാൻ എന്നെ കുറ്റും ഇതൊക്കെ ചെയ്യുള്ളൂ. താങ്ക് യു എന്നോട് ഇങ്ങനെ ആദ്യമായിട്ടല്ല എല്ലാവരും ചെയ്യും. ഗൈസ് കേസ് ഉള്ള മാതിരി തോന്നുന്നത് പാർക്കിലാണ് കേസ് ഉള്ളത്. ഒരു കൊലയാളി പാർക്കിൽ നിൽക്കണ മാതിരി തോന്നണു. ആരാടാ കൊലയാളി? ഗൈസ് ഇവിടെ ആരെയും കാണാനില്ലല്ലോ. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഊഹ എപ്പോഴും തെറ്റാറില്ല, അത് ശരിയാവാറേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് അധികം നേരം വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇതെന്താ ഗൈസ് ഇവിടെ നിൽക്കണു? നിന്നെ ഞാൻ കൊന്നു കളയും ജാക്ക്. ഞാൻ ജാക്കൊന്നല്ല, മെയിൻ പോലീസാണ്. ഇതിന്റെ മെയിൻ പോലീസൊക്കെ എന്റെ കയ്യിലുള്ളോടാ. ഞാൻ ഒരുപാട് സ്പൈഡർമാൻ ആയുള്ളതാണ്. ഇതിന് സ്പൈഡർമാൻ സൂട്ടുണ്ട്. അതുകൊണ്ട് നീ വന്ന് ചലക്കാൻ നിൽക്കുന്നത്. നമ്മുടെ കാലും ഒരു കുത്തി ചോര വരുന്നുണ്ട്. എടാ നിന്നെ ഞാൻ കൊന്നുകളയും വേനമേ. പോലീസുകാർക്ക് തോന്നിക്കാൻ പറ്റൂല. നിന്റെ പോലീസ് ആയിസൊക്കെ പറ്റിയില്ലടാ. നീ അങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ വേണ്ട കമ്മീഷണർ എല്ലാതും കമ്മീഷണറാണ്. നീ കമ്മീഷണറാണ്, ഞാൻ വേനമാണ്. ഒന്ന് നീണ്ടാ പോടെ. സ്വർഗത്ത് ട്രാക്ക് തെറ്റിപ്പോയി. അതുകൊണ്ടാ. എടാ വേനമേ, ജീവൻ വേണമെങ്കിൽ അപേക്ഷിച്ചോ. എനിക്ക് അപേക്ഷിക്കണ്ട. എന്നാ പിടിച്ചോ ആ കൊച്ച. ഇവനെങ്ങനെ ചാത്ത്? നമ്മൾ ഈ വേനത്തിനെ വെടി വെച്ചു, പക്ഷെ ഈ വേനം ചാവണില്ല. ഒരു വിധത്തിൽ ചത്തു. വേണം, ഞാൻ തിരിച്ചു വരും. വേനം ഒരു വിധത്തിൽ ചത്തിട്ടുണ്ട്. നമുക്ക് പേടിയായിട്ട് വയ്യ. എന്താണ് നടക്കുന്നാവോ? എന്താ ഇനി അറിയില്ല. പക്ഷെ നമ്മൾ വേനത്തിനെ കൊല്ലുമ്പോൾ വേന ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താ അറിയോ? ഇതാ നിങ്ങൾ കേട്ടോ. ഇങ്ങനെ ചെയ്താലും ഞാൻ റെസ്പോൺ ആയിക്കൊണ്ടേയിരിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് ഗൈസ്. നല്ല പറഞ്ഞു, അത്രയും പേടിയുണ്ട്. കാരണം അവൻ ആരാണ്? വേനത്തിന് എന്താണ് വേനത്തിന് അധികം ആൾക്കാർക്കും തോൽപ്പിക്കാൻ പറ്റൂല. പക്ഷെ വേനത്തിന് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. സാധാ ആ ലാവാമേനും ഒക്കെ വേനത്തിന് ഫ്രണ്ടാ. അപ്പോൾ ഈ ലാവാമേനും അവർക്ക് ഈ സിറ്റി ആക്രമിക്കാൻ വരുമോ? അയ്യോ ഗൈസ്, ഇനി അവർ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും. അത് ഉറപ്പ്. നിങ്ങൾക്ക് ഞാൻ സത്യം ചെയ്തു തരുന്നു. പക്ഷേ
ഒരു കാര്യമുണ്ട് ഗൈസ്. ഷിൻചാനെ, നീ അങ്ങനെ പറയാൻ പാടില്ല. എന്താ സർ, നിങ്ങൾ മറ്റേ കൊലയാളിനെ കൊന്നു കളഞ്ഞോ? കൊലയാളിനെ കൊന്നു കളയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എന്താ സാർ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്ത്? കൊലയാളി ഓന് മരിച്ചിരുന്നു. പക്ഷേ ഇനി ഓനക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഓന് മരിക്കുമ്പോൾ പറയുന്നു ഇനി എന്താണ് ഞാൻ ഇനിയും വരും. പക്ഷെ ഓൻ വരൂല, പകലാ. അവൻ്റെ ഫ്രണ്ട്സാ വരുള്ളൂ. ഞാൻ എന്താ കേൾക്കണേ? ഇതൊന്നും സത്യമല്ലോ. സത്യമാണ് ഗൈസ്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ യൂണിഫോം ഗൈസ്. ഇനി എല്ലാ ഇങ്ങനത്തെ കൂടിയാലും ഈ ഒരു ഡ്രസ്സായിട്ടുള്ളൂ. സത്യമാണ് സിംഗിൾ സാർ. പക്ഷേ ഞാൻ ഇനിയൊന്നും പറയണില്ല. ഇനി വരുമ്പോൾ എല്ലാതും കാണാം. അത്ര തന്നെ ഉള്ളൂ. നീ അങ്ങനെ പറയരുത്. ഇനി കൊലയാളി ഇത്രയായിട്ടും ചത്തിട്ടില്ല. കൊലയാളി ചത്തിക്കുന്നു. പക്ഷെ ഇനിയും കൊലയാളി വരും. അപ്പോൾ ഇനി അടുത്ത അങ്ങനത്തെ കൊലയാളി വരുന്നതാവും നമ്മുടെ അടുത്ത ഓടിയ ഗൈസ്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ ഓടിയ. ബാക്കി ഷിൻചാൻ വേണം. ഷിൻചാനെ പിന്നെ നിന്റെ ഈ വാചകടി നിർത്തിക്കോട്ടോ. അറിയാതൊക്കെ പറയും ഷിൻചാൻ. Take care for watching, guys.